ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ്. ജസ്റ്റ് എന്തൊക്കെ പ്ലാന്റ്സ് ആണ് വളർത്താൻ പറ്റുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാണുമ്പോൾ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇത് വലിയൊരു ചെടിയായിട്ടുണ്ട്. അതിൽ നമുക്കൊരു കട്ടിങ് എടുക്കാം. ഈ കട്ടിങ് വെച്ച് വെള്ളത്തിൽ വെച്ചാൽ ഇത് നല്ലതായിട്ട് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൽ പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ്. ക്രോട്ടൺ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് നമുക്ക് കട്ടിങ് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളത്തിൽ വളർത്താൻ പറ്റും. നല്ല ഡിസൈനാണ്. ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ്. വെള്ളത്തിൽ വളർന്ന് കാണുമ്പോൾ നല്ല രസമാണ്. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ആന്തോറിയം പ്ലാന്റാണ്. ഇത് നമുക്ക് ചെറിയ പ്ലാന്റ് എടുത്തിട്ട് വെള്ളത്തിൽ വളർത്താൻ പറ്റും. നല്ല രീതിയിൽ വെള്ളത്തിൽ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ആന്തോറിയം. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല രീതിയിൽ നമുക്ക് വളർത്താം. കുഞ്ഞു പ്ലാന്റായിട്ട് തന്നെ ഇരുന്നോളും. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് CC പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് സ്റ്റെം വെച്ചാലും നല്ലതായിട്ട് വളരും. അതുപോലെ തന്നെ ലീഫ് നമുക്ക് ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് അത് നമുക്ക് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കിളിച്ച് വരും. അത് നമുക്ക് വേര് വന്നു കഴിയുമ്പോഴത്തേക്ക് മണ്ണിലോട്ടെടുത്ത് നട്ടാൽ നല്ല തൈയായിട്ട് നല്ലതായിട്ട് നമുക്കിത് വളർന്നു കിട്ടുന്നതാണ്. ലീഫിൽ നിന്ന് വളർത്താവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒത്തിരി തൈകൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ലീഫ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേഗത്തിൽ തന്നെ നമുക്ക് ചെടി പിടിപ്പിക്കാനായിട്ട് പറ്റും. പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ചെറിയൊരു തൈ എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ അത് നല്ല രീതിയിൽ വെള്ളത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ചെടിയാണ്. പ്ലാന്റ് എന്ന് പറയുന്നത് പെനിവേർട്ടാണ്. നല്ല രീതിയിൽ വെള്ളത്തിൽ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. കുഞ്ഞ് ബൗളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇഷ്ടം പോലെ വേര് വന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. ഇതിൽ നിന്ന് വെള്ളത്തിൽ തന്നെ ഒത്തിരി വേരായിട്ട് വന്ന് നല്ല രീതിയിൽ ഇത് കിളിച്ച് വരും. പ്ലാന്റ് എന്ന് പറയുന്നത് പനിക്കൂർക്കയാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ പനിക്കൂർക്കയ്ക്ക്. ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് വെള്ളത്തിൽ വളർത്തിയാൽ നല്ല രീതിയിൽ ഇതിന് വേര് വന്ന് നല്ലതായിട്ട് വളരും. നല്ലൊരു പ്ലാന്റാണിത്. വെള്ളത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റായത്. വെൽവെറ്റ് പാഷൻ എന്ന് പറയുന്ന നല്ലൊരു ചെടിയാണ്. ഇതും തണ്ട് വെള്ളത്തിലിട്ടാൽ നല്ല രീതിയിൽ വളരും. ഇതിനൊരു വെൽവെറ്റിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. അടിയിൽ പർപ്പിൾ കളറാണ്. നല്ല ഭംഗിയാണ്. നല്ല ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. വെള്ളത്തിൽ വളർത്തിയ നല്ല രീതിയിൽ ഇത് കിളിക്കും. പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈമാണ്. പണ്ടേ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പഴയ ഒരു പ്ലാന്റാണ്. ഇതും വെള്ളത്തിൽ വളർത്തിയാൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ലക്കി ബാമ്പു ആണ്. ഇത് നമുക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് എത്ര നാൾ വേണേലും ഇരിക്കും. ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പാത്രത്തിലും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ നോക്കി എടുക്കാം. പിന്നെ കളർ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ എടുത്ത് വയ്ക്കാം. അത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ ഇല താഴ്ഭാഗത്തെ ഇല ഒഴിവാക്കിയിട്ട് വെള്ളത്തിലിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഇലയൊക്കെ അഴുകിയിട്ട് അത് വെള്ളമൊക്കെ അഴുക്കാകും. നമ്മൾ ഈ നല്ലതായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇലയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നൊന്ന് കാണിക്കുവാണ്. ലക്കി ബാമ്പു ഇതുപോലെ കല്ലുണ്ടെങ്കിൽ അതിട്ടിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. അതുപോലെ പനിക്കൂർക്കയുടെ ചെടി, അത് നല്ല രീതിയിൽ തന്നെ വേര് വരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കാം. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ. ജസ്റ്റ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ആണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്.
അടുത്ത് നമ്മുടെ CC പ്ലാന്റിൻ്റെ ലീവ്സാണ്. അത് ജസ്റ്റ് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കിയിട്ടാൽ മതി. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേര് വന്നു നന്നായിട്ട് നമുക്ക് ചെടിയാക്കാൻ പറ്റും. ഇത് നമ്മുടെ പർപ്പിൾ പാഷൻ എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിൻ്റെ ഇതുപോലെ ലീഫ് ഒഴിവാക്കി, ആ താഴ്ഭാഗത്തെ ലീവ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്നത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.